ഇബാ നമുക്ക് ഡ്രൈവിംഗ് അറിയോ? കുറച്ച്. സ്കൂട്ടർ ഓടിക്കാറില്ലേ? ഓ നല്ലോണം. ബൈക്ക് ഓടിക്കാറിയോ? ഇല്ല. അന്റെ സ്കൂട്ടറിന് നീ കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ നീ എന്താ ഫസ്റ്റ് ചെയ്യന്താ? ആദ്യം ഒന്ന് നോക്കൂ എന്താ പറ്റിയെന്നൊക്കെ. അനക്ക് സ്കൂട്ടേഴ്സിന് എല്ലാ കംപ്ലൈന്റ് നോക്കിയാലും മനസ്സിലാവും എന്ത് വന്നാലും ഇല്ല. അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ ഈ റിപ്പയർ ചെയ്യാൻ നോക്കുക ചെയ്യാം. അങ്ങനൊരു കടും കഴിക്കാൻ ഇനിയിപ്പോൾ ഓക്കെ. അപ്പോൾ എനിക്ക് മനസ്സിലാവാത്ത കാര്യമാണെന്നുണ്ടെങ്കിൽ നോർമലി എന്താ ചെയ്യാം? വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു മെക്കാനിക്കിനെ വിളിക്കും. ഓക്കെ. ഇതേപോലെ തന്നെ ഇപ്പോൾ കാറൊക്കെ കംപ്ലൈന്റ് വരുന്ന സമയത്ത് നമ്മൾ പെട്ടുപോകും അല്ലേ? ഇപ്പൊ നമ്മൾ ഫാമിലി ഒക്കെ ആയിട്ട് എങ്ങോട്ടെങ്കിലും പോകുന്ന സമയത്ത് ഇപ്പോൾ ഒരു ലോങ് ജേർണി പോകണമെന്ന് നമ്മളൊരു റോഡിലെത്തി. ആ റോഡിൽ നമ്മൾ വഴിയിൽ പെട്ടെന്ന് നമ്മുടെ കാർ എന്ത് ചെയ്യും അല്ലയ്യ? അടുത്ത് വർക്ക്ഷോപ്പില്ല, വിളിച്ചിട്ട് മെക്കാനിക്സിനെ കിട്ടുന്നില്ല, ഒരു നിലക്കോ ഇവിടുന്ന് കഴിച്ചില്ലാൻ പറ്റുന്നില്ല, എന്തെങ്കിലും ഒരു വകുപ്പുണ്ടോ? നമ്മളെന്തെങ്കിലും ചെയ്യേണ്ടി വരും. അതെ, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണോ എന്ന് ആദ്യം നോക്കാൻ വേണ്ടിയിട്ട് പൊതുവെ ആളുകൾ ചെയ്യുന്നത് എന്താ അറിയോ? നേരെ ചെന്ന ബോണറ്റ് അങ്ങോട്ട് പൊന്തിക്കും, എന്നിട്ട് രണ്ടു നടത്ത് അങ്ങോട്ട് രണ്ടു നടത്ത് ഇങ്ങോട്ട് നോക്കും. ഒന്നും അറിയില്ലെങ്കിലും എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. അതെ, പണ്ട് നിവിൻ പോളി അഭിനയിച്ചൊരു ഫിലിമുണ്ട് ഓം ശാന്തി ഓശാന എന്ന് പറയുന്നത്. അതില് നസ്രിയയുടെ ഫാദറായിട്ട് അഭിനയിച്ചത് പുള്ളിയുടെ പേര് രഞ്ജി പണിക്കർ. അപ്പോൾ അവർ കാറ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് അവരുടെ വൈഫ് അഭിനയിച്ച ആൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇതൊക്കെ നന്നാക്കാൻ അറിയോ മനുഷ്യയാണ്? അപ്പോൾ പുള്ളി പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ഇതൊക്കെ നന്നാക്കാൻ അറിഞ്ഞിട്ടാണോ ഓടി കാറ് കേടാക്കുന്നു നമ്മൾ ബോണറ്റ് പൊക്കി നോക്കുന്നു. അതേപോലെ തന്നെ പരിചയമില്ലെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ എന്തായാലും ബോണറ്റ് ഒന്ന് പൊക്കി നോക്കും. പക്ഷേ നമുക്ക് അത് റിപ്പയർ ചെയ്യാൻ പറ്റുമോ ഇല്ലെന്ന് ആദ്യം നമ്മളൊന്ന് ചെക്ക് ചെയ്യണ്ടേ? അതിന് വേണ്ടിയിട്ടാണ് സ്റ്റാർട്ട് മൈ കാർ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ്. അതിൽ പോയി കഴിഞ്ഞിട്ട് നമ്മുടെ കാറിന്റെ മോഡൽ ഏതാണെന്ന് ടൈപ്പ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ അതിന്റെ ബ്രാൻഡ് ഏതാണ്, സബ് മോഡൽ ഏതാണ് എന്നൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മുടെ കംപ്ലൈന്റ് എന്താണോ അത് നമ്മൾ അടിച്ചു കൊടുക്കണം. ആ ഒരു നോളജ് നമുക്ക് വേണം. നമ്മുടെ കാർ നിന്ന് പോയി, അല്ലെങ്കിൽ ഇപ്പോൾ ബ്രേക്ക് ഡൗൺ ആയി, അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയാ, എന്താണോ നമ്മൾ ഫേസ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ ഒരു ഇഷ്യൂ ഉണ്ടാവും, ഒരു പെർട്ടിക്കുലർ ഇഷ്യൂ നമ്മൾ ഫേസ് ചെയ്യാം. അതെന്താണെന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതെങ്ങനെയൊക്കെ സോൾവ് ചെയ്യണമെന്ന കംപ്ലീറ്റ് കാര്യങ്ങൾ അവർ നമുക്ക് കൃത്യമായി അങ്ങ് പറഞ്ഞു തരും. സോ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണമെന്ന് പറയില്ല, ട്രൈ ചെയ്യണമെന്ന് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാർ ആദ്യം ബ്രേക്ക് ഡൗൺ ആവും. വല്ല സമയത്ത് നിങ്ങൾ കുടുകയാണെന്നുണ്ടെങ്കിൽ മേ ബി നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഈ വീഡിയോ എന്തായാലും ഒന്ന് സേവ് ചെയ്ത് വെക്കാം. ഓക്കെ. സോ ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിനും കെൻമയുടെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനും അഡ്മിഷൻ എടുക്കാനും ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യും.